പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലെ PG കോഴ്സുകൾ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി സെൻറ്ററുകളിലെ PG കോഴ്സുകൾ, ഇവിടുത്തെ 2024 PG കോഴ്സുകളുടെ അഡ്മിഷന് അപേക്ഷ സമർപ്പിക്കുന്ന ദിവസം ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് ജൂലൈ 8 ആയിരുന്നു. ജൂലൈ 8 വൈകുന്നേരം 5 മണി വരെ. ഓക്കെ, ഇനി നമ്മൾ കാത്തിരിക്കുന്നത് അലോട്ട്മെൻറ്റുകളിലേക്കാണ്. ആദ്യം ഒരു അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ പറഞ്ഞിരുന്നു, അതിൽ മാറ്റങ്ങൾ വന്നു. പുതിയ അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. ഈ അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ പ്രകാരം എങ്ങനെയാണ് അഡ്മിഷൻ്റെ അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ എന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് വരിക 15/7/2024 വരുന്ന ജൂലൈ 15. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ എഡിറ്റിംഗ് സൗകര്യമുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് 17 വൈകുന്നേരം 5 മണി വരെ ലഭ്യമാണ്. BEdനും UGക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി 22 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോളേജുകൾക്ക് കമ്മ്യൂണിറ്റി, PWD, TLM കോട്ട ലിസ്റ്റ്, അതർ അപ്ലൈഡ് റാങ്ക് ലിസ്റ്റുകളൊക്കെ ഓരോ ഇതിൻ്റെയും റാങ്ക് ലിസ്റ്റുകൾ ഫോർവേഡ് ചെയ്യും. അതുപോലെ തന്നെ BA ഇംഗ്ലീഷ് പഠിക്കാത്ത വിദ്യാർത്ഥികൾക്ക് MA ഇംഗ്ലീഷിന് എൻട്രൻസ് എക്സാം ഉണ്ട്. അതിന് രജിസ്റ്റർ ചെയ്യാനുള്ള സമയമാണ് 22 23 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, ഇതിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് PGയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 24 ജൂലൈ 24 പബ്ലിഷ് ചെയ്യും. അത് പ്രകാരം പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല, ടെമ്പററി അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ അടച്ചിട്ട് എനിക്ക് അഡ്മിഷനിൽ തുടരാൻ താല്പര്യമുണ്ട് എന്ന് അറിയിക്കണം. അതാണ് മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ടു കൺഫേം ഫസ്റ്റ് അലോട്ട്മെൻറ്റ്. അത് 24 മുതൽ 27 വരെയാണ് അതിനുള്ള സമയം. അതിൻ്റെ ഓൺലൈൻ റിപ്പോർട്ടിങ്, സ്റ്റുഡൻസിന് ഓൺലൈൻ റിപ്പോർട്ടിങ് ഫോർ കമ്മ്യൂണിറ്റി കോട്ടയ്ക്ക് ഓൺലൈൻ റിപ്പോർട്ടിംഗ് ഉണ്ട്. ഈ ദിവസങ്ങളിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഇത് ചെയ്ത ഓൺലൈൻ റിപ്പോർട്ടിംഗ് ചെയ്ത വിദ്യാർത്ഥികളെ മാത്രമേ കമ്മ്യൂണിറ്റി കോട്ടയിലെ അഡ്മിഷന് പരിഗണിക്കുകയുള്ളൂ. ഓക്കെ, ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരിക 30 സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരിക. സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാതെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ മാൻഡേറ്ററി ഫീ അടക്കുക. 30 31 1 വരെയാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരം അഡ്മിഷൻ എടുക്കാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കോളേജിൽ സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക 30 12:30. 30 2 മണിക്കാണ് കമ്മ്യൂണിറ്റി കോട്ടയും PWD കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്മിഷൻ നടപടികൾ കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ് കോട്ട, PWD കോട്ട, മറ്റു റാങ്ക് ലിസ്റ്റ് ബേസ്ഡ് അഡ്മിഷനുകളൊക്കെ തുടങ്ങുക ഓഗസ്റ്റ് 2 തുടങ്ങും. അത് അഡ്മിഷൻ എന്നാണോ ക്ലോസ് ചെയ്യുന്നത് അതുവരെ ആയിരിക്കും അതിൻ്റെ കാര്യങ്ങൾ. ഓഗസ്റ്റ് 1 PG ഫസ്റ്റ് സെമ്മിൻ്റെ ക്ലാസ് തുടങ്ങുന്നത്. അഡ്മിഷൻ വേക്കൻറ്റ് സീറ്റുകൾ, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷമുള്ള വേക്കൻറ്റ് സീറ്റുകൾക്ക് അഡ്മിഷൻ നടപടികൾ അതിനുശേഷം യൂണിവേഴ്സിറ്റി പറയുമെന്നാണ് പറഞ്ഞത്. 29/9/2024 വരെ ആണ് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ്. 29/9/2024. ഓക്കെ, ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ബാക്കി അതാത് സമയങ്ങളിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.